നമസ്കാരം. ആസ്പർ PSC കോച്ചിങ് സെൻറ്റർ ഓൺലൈൻ ക്ലാസ്സസ് പാർട്ട് 8 കെമിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട PSC പരീക്ഷകൾ ചോദിച്ച വളരെ പ്രധാനപ്പെട്ട PSC പോയിൻ്റ് ഓഫ് വ്യൂ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചേർത്തുള്ള 7 പാർട്ടുകൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് 16-ാം ഗ്രൂപ്പ് 17-ാം ഗ്രൂപ്പ്, അതായത് ഓക്സിജൻ ഗ്രൂപ്പ്, ഹാലജൻസ് ആൻഡ് ഇനേർട്ട് ഗ്യാസസ്, നോബിൾ ഗ്യാസസ് എന്നീ ഭാഗങ്ങൾ വരുന്നതാണ് നമ്മുടെ 8-ാമത്തെ പാർട്ടിൽ വരുന്നത്. കെമിസ്ട്രി 8-ാമത്തെ പാർട്ടിലേക്ക്. ആദ്യത്തെ 15 ഗ്രൂപ്പുകളിൽ 15 ഗ്രൂപ്പുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിനകത്ത് 1, 2, 13, 14, 15 ഗ്രൂപ്പുകൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ട്രാൻസിഷൻ എലമെൻറ്റ്സ് 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പുകൾ ഡിസ്കസ് ചെയ്യാൻ ബാക്കിയുണ്ട്. 16-ാം ഗ്രൂപ്പിലേക്ക് 16-ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം, പിന്നെ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ലിവർമോറിയവും ആണ്. അതിലെ ഓരോ മൂലകങ്ങളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഈ 16-ാം ഗ്രൂപ്പിന് കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരുണ്ട്, ചാർക്കോജനുകൾ. നമ്മൾ ചില ഗ്രൂപ്പിന് കോമൺ ആയിട്ട് പറയുന്ന ചില പേരുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1-ാം ഗ്രൂപ്പിന് നമ്മൾ ആൽക്കലി മെറ്റൽസ് എന്ന് പറഞ്ഞു. 2-ാം ഗ്രൂപ്പിന് ആൽക്കലൈൻ എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ 13-ാം ഗ്രൂപ്പിന് എർത്ത് മെറ്റൽസ് എന്ന് പറഞ്ഞു. അതുപോലെ 16-ാം ഗ്രൂപ്പിന് പറയുന്ന പേരാണ് ചാർക്കോജനുകൾ. ചാർക്കോജനുകളാണ് 16-ാം ഗ്രൂപ്പ്. 16-ാം ഗ്രൂപ്പിൽ വരുന്ന മൂലകങ്ങൾ ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം എന്നിവയാണ്. ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത് ഓക്സിജൻ. ഓക്സിജൻ മൂലകം ആറ്റോമിക് നമ്പർ 8 ആണ്. എല്ലാ മൂലകങ്ങളുടെയും ആറ്റോമിക് നമ്പർ നമ്മൾ പഠിക്കേണ്ട, പക്ഷേ 1 മുതൽ 20 വരെയുള്ള എല്ലാ മൂലകങ്ങളുടെയും ആറ്റോമിക് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ പ്രധാനപ്പെട്ട മൂലകങ്ങളുടെ എല്ലാം ആറ്റോമിക് നമ്പർ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്സിജൻ്റെ ആറ്റോമിക് നമ്പർ 8 ആണ്. കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജൻ എന്ന മൂലകം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. അദ്ദേഹത്തിനെയാണ് ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നെല്ലാം വിളിക്കുന്നത്. ഫാദർ ഓഫ് സോഡ പോപ്പ് എന്നറിയപ്പെടുന്ന സയൻറ്റിസ്റ്റ് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. അദ്ദേഹമാണ് ഓക്സിജൻ കണ്ടുപിടിച്ചത്. പക്ഷേ ഓക്സിജൻ എന്ന പേര് നൽകിയ ശാസ്ത്രജ്ഞൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വ്യത്യാസമുണ്ട്. ഓക്സിജൻ എന്ന പേര് നൽകിയത് ലാവോസിയർ ആണ്. അപ്പോൾ ഓക്സിജൻ കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റ് ജോസഫ് പ്രീസ്റ്റ്ലി ആണ്. ഓക്സിജന് പേര് കൊടുത്ത ശാസ്ത്രജ്ഞൻ ലാവോസിയർ ആണ്. നമ്മൾ മുമ്പേ പറഞ്ഞതാണ്, ലാവോസിയറാണ് ഓക്സിജനും ഹൈഡ്രജനും പേര് കൊടുത്തത്. അടുത്തത് ഓക്സിജൻ്റെ അടുത്തൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം നമ്മൾ നേരത്തെ പറഞ്ഞു, 2-ാം ഗ്രൂപ്പ് പറഞ്ഞ സമയത്ത് കാൽസ്യമാണ്. പക്ഷേ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചാൽ ഓക്സിജൻ ആണ്. കൂടാതെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ മൂലകവും ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജനാണ്. അന്തരീക്ഷത്തിൽ 2-ാം സ്ഥാനം ഓക്സിജനാണ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ ഓക്സിജനാണ്. 2-ാം സ്ഥാനം സിലിക്കണും അലൂമിനിയവുമാണ്. അലൂമിനിയമാണ് ഏറ്റവും കൂടുതൽ ലോഹം. അതെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകൾ പറഞ്ഞതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ മൂലകവും ഓക്സിജനാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള 2-ാമത്തെ മൂലകം ഓക്സിജനാണ്. 1-ാം സ്ഥാനം നൈട്രജനാണ്. അടുത്ത ഓക്സിജൻ്റെ പ്രത്യേകതയാണ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജനാണ്. അടുത്തത് എലമെൻ്റ് റിക്വയർഡ് ഫോർ ഇഗ്നിഷൻ. ജ്വലനത്തിന് ആവശ്യമായ മൂലകമേത് എന്ന് ചോദിച്ചാൽ ഓക്സിജനാണ്. ജ്വലനത്തെ സഹായിക്കുന്ന മൂലകം എന്ന് ചോദിച്ചാലും ഓക്സിജൻ തന്നെയാണ്. തീപിടിക്കുക, ഇഗ്നീഷൻ എന്ന് പറഞ്ഞാൽ തീപിടിക്കുക, ജ്വലിക്കുക എന്നാണ് അർത്ഥം. ജ്വലനത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചാൽ ഓക്സിജനാണ്. ഓക്സിജൻ്റെ സാന്നിധ്യത്തിൽ മാത്രമേ ജ്വലനം സംഭവിക്കുകയുള്ളൂ. ജ്വലനത്തിന് ആവശ്യമായ മൂലകം ഓക്സിജനാണ്. ഒരു വസ്തു തീപിടിക്കുന്നതിന് ഓക്സിഡേഷൻ എന്നാണ് പറയുക കെമിസ്ട്രിയിൽ. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന മൂലകം നൈട്രജനാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞതാണ്. ഓക്സിജൻ ഒരു പ്രധാനപ്പെട്ട മെറ്റഫിയറാണ്. ഓസോൺ നമുക്കറിയാം. ഓസോൺ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ O2 ആണ് ഓക്സിജൻ്റെ പേര് വരുന്നത്. O3 3 ഓക്സിജൻ ആറ്റം ചേർന്നുണ്ടാവുന്ന ഓക്സിജൻ്റെ ഒരു മെറ്റഫർ ആണ് ഓസോൺ.
ഓസോൺ പാളികൾ നമുക്കറിയാം, സൂര്യനിൽ നിന്നും വരുന്ന അൾട്രാവയലറ്റ് ഹാനികരമായ പാളികളെയെല്ലാം തടഞ്ഞു നിർത്തുന്ന അന്തരീക്ഷ പാളിയാണ് ഓസോൺ. 3 ഓക്സിജൻ ചേർന്നതാണ് ഓസോൺ. ഓസോൺ പാളികളിലുള്ള വിള്ളലുകളെ പറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട മോൺട്രിയൽ പ്രോട്ടോക്കോളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓസോൺ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ഒരു മെറ്റഫറാണ്. ഓക്സിജൻ്റെ ഒരുപാട് കോമ്പൗണ്ടുകളുണ്ട്. ഓക്സിഡേഷൻ ഒരു വലിയ കൺസെപ്റ്റാണ്. പക്ഷേ നമ്മളൊരു എലമെൻ്റ് എന്ന രീതിയിൽ ഓക്സിജൻ്റെ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അടുത്ത മൂലകം സൾഫർ, ആറ്റോമിക് നമ്പർ 16. സൾഫറിൻ്റെ പ്രത്യേകത ഒട്ടുമിക്ക മൂലകങ്ങളുടെയും ഐസോടോപ്പുകളിൽ മിനിമം ഒന്നെങ്കിലും റേഡിയോ ആക്റ്റീവ് ആയിരിക്കും. ഹൈഡ്രജൻ്റെ ഐസോടോപ്പുകളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ പറഞ്ഞു, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷ്യം റേഡിയോ ആക്റ്റീവാണ്. റേഡിയോ ആക്റ്റീവായ ഐസോടോപ്പുകളില്ലാത്ത മൂലകം ചോദിച്ചാൽ സൾഫറാണ്. സൾഫറിന് ഐസോടോപ്പുകളുണ്ട്, അതൊന്നും റേഡിയോ ആക്റ്റീവ് അല്ല. റേഡിയോ ആക്റ്റീവ് ഐസോടോപ്പുകളില്ലാത്ത മൂലകം സൾഫറാണ്. സൾഫറിന് മെറ്റഫറുകൾ 4 തരത്തിലാണുള്ളത്. റോംബിക് സൾഫർ, മിൽക്കി സൾഫർ, മോണോക്ലിനിക് സൾഫർ ആൻഡ് പ്ലാസ്റ്റിക് സൾഫർ. അലോട്രോപ്പികൾ അല്ലെങ്കിൽ മെറ്റഫറുകൾ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ രൂപാന്തരത്വം എന്ന് പറയും. ഒരേ മൂലകം തന്നെ വിവിധ രൂപത്തിൽ കാണപ്പെടുന്നതിനാണ് നമ്മൾ രൂപാന്തരത്വം എന്ന് പറയുക. രൂപാന്തരത്വം നമ്മൾ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് കാർബൺ പറയുന്ന സമയത്താണ്. ചാർക്കോൾ, ഡയമണ്ട്, ഗ്രഫീൻ, ഗ്രഫൈറ്റ് എന്നെല്ലാം അമോർഫസ് കാർബൺ, ഇതെല്ലാം കാർബണിൻ്റെ മെറ്റഫറുകളാണ് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഡയമണ്ട് ഉൾപ്പെടെ. ഏറ്റവും കൂടുതൽ മെറ്റഫറുകളുള്ള മൂലകം കാർബൺ ആണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. സൾഫറിന് പ്രധാനമായിട്ട് 4 തരം മെറ്റഫറാണുള്ളത്. ഒന്ന് റോംബിക് സൾഫർ, മറ്റൊന്ന് പ്ലാസ്റ്റിക് സൾഫർ, ഒന്ന് മോണോക്ലിനിക് സൾഫർ, ഒന്ന് മിൽക്കി സൾഫർ. ഇങ്ങനെ 4 മെറ്റഫറാണ് സൾഫറിനുള്ളത്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ആവശ്യം, സൾഫറിൻ്റെ ഏറ്റവും സ്റ്റേബിളായ, ഏറ്റവും സ്ഥിരതയുള്ള മെറ്റഫർ ഏതാണെന്ന് ചോദിച്ചാൽ റോംബിക് സൾഫറാണ്. അത് ബോൾ രൂപത്തിലാണ്, മഞ്ഞ നിറത്തിലുള്ള ഗോളാകൃതിയിലുള്ള രൂപത്തിലുള്ള സൾഫറിനെയാണ് നമ്മൾ റോംബിക് സൾഫർ എന്ന് പറയുക. സൾഫറിൻ്റെ 4 മെറ്റഫറുകൾ വെച്ചിട്ട് ഏറ്റവും സ്റ്റേബിൾ റോംബിക് സൾഫറാണ്. സൾഫറിൻ്റെ സംയുക്തങ്ങളിൽ 2 നമുക്ക് പഠിക്കേണ്ടതുള്ളൂ നോർമലി. ഒന്ന് സൾഫർ ഡയോക്സൈഡ്, SO2, സൾഫർ ഡയോക്സൈഡ്. സൾഫർ ഡയോക്സൈഡ് ബന്ധപ്പെട്ട് നമ്മൾ അറിയേണ്ട 2 ചോദ്യങ്ങളാണ് PSC മെയിനായിട്ട് വരുന്ന കാര്യം. ഒന്ന്, ആസിഡ് മഴയ്ക്ക് കാരണമാവുന്ന വാതകം ഏതാണ്? ഇൻഡസ്ട്രിയൽ സിറ്റികളിൽ, നമ്മുടെ ഇവിടെയൊന്നുമല്ല, മധുര, ഉത്തർപ്രദേശിലെ ഒരുപാട് നഗരങ്ങളിൽ, വ്യാവസായിക നഗരങ്ങളിലെല്ലാം എല്ലാവിധ വ്യവസായ സ്ഥാപനങ്ങളുടെയും മിക്കവാറും എമിറ്റ് ചെയ്യുന്ന ഗ്യാസുകളിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടൻറ്റാണ് സൾഫർ ഡയോക്സൈഡ്. ഇങ്ങനെ അന്തരീക്ഷത്തിൽ സൾഫർ ഡയോക്സൈഡിൻ്റെ കണ്ടൻറ്റ് കൂടുതലായിരിക്കും വ്യാവസായിക നഗരങ്ങളിൽ. ഒരു ഇൻഡസ്ട്രിയൽ പൊല്യൂട്ടിംഗ് ഗ്യാസാണ് സൾഫർ ഡയോക്സൈഡ്. വ്യാവസായിക നഗരങ്ങളിൽ സൾഫർ ഡയോക്സൈഡിൻ്റെ അംശം അന്തരീക്ഷത്തിൽ ഒരുപാട് കൂടുതലായിരിക്കും. ഇങ്ങനെ സൾഫർ ഡയോക്സൈഡിൻ്റെ ഒരുപാട് അംശം അന്തരീക്ഷത്തിൽ ഉണ്ടായിരിക്കുമ്പോൾ മഴ പെയ്യുമ്പോൾ SO2-ഉം H2O ആണ് മഴവെള്ളം, SO2 ആണ് സൾഫർ ഡയോക്സൈഡ്. ഇത് ചേർന്ന് ആസിഡ് മഴയായിട്ട് താഴോട്ട് പതിക്കും. ഇൻഡസ്ട്രിയൽ സിറ്റികളിലെ ഏറ്റവും വലിയൊരു പൊല്യൂഷൻ റീസണാണ് ഈ ആസിഡ് മഴ. ആസിഡ് മഴയ്ക്ക് കാരണമാവുന്ന പ്രധാന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ സൾഫർ ഡയോക്സൈഡാണ്. എല്ലാ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ്റെ ഭാഗമായി സൾഫർ ഡയോക്സൈഡ് അന്തരീക്ഷത്തിലെത്തും. SO2 + H2O, H2SO4 ആയി മാറും. അങ്ങനെ ആസിഡ് മഴയായിട്ട് താഴോട്ട് പതിക്കും. വളരെ ഡൈല്യൂട്ടഡ് ആസിഡാണ്, സ്ട്രോങ് H2SO4 ഒന്നുമല്ല. എന്നാൽ പോലും ആസിഡ് മഴയ്ക്ക് കാരണമാവുന്ന വാതകം സൾഫർ ഡയോക്സൈഡാണ്. സൾഫർ ഡയോക്സൈഡായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പ്രധാന ചോദ്യമുണ്ട്, ഒരുപാട് തവണ ചോദിച്ച ചോദ്യം കൂടിയാണ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന്, താജ്മഹൽ മാർബിൾ ഉണ്ടാക്കിയതിന് നമുക്കറിയാം. താജ്മഹൽ ആഗ്രയിലാണ്. ആഗ്രയോട് ചേർന്ന മറ്റൊരു പ്രധാനപ്പെട്ട പട്ടണമാണ് മഥുര യമുനാ തീരത്ത് ആഗ്രയോട് ചേർന്നൊരു നഗരമാണ്. മധുരയിൽ ഒരു എണ്ണ ശുദ്ധീകരണശാലയുണ്ട്. ഈ എണ്ണ ശുദ്ധീകരണശാലയിലൊക്കെ ഒരുപാട് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനായിട്ട് സൾഫർ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും. ഈ സൾഫർ ഡയോക്സൈഡ് നേരെ ആഗ്രയിലെ താജ്മഹൽ എത്തുന്ന സമയത്ത് മാർബിളിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമാവും. മാർബിളിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമാവുന്ന ഒരു വാതകമാണ് സൾഫർ ഡയോക്സൈഡ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകം സൾഫർ ഡയോക്സൈഡ് ആണ്. അടുത്ത പ്രധാനപ്പെട്ട ഹൈഡ്രജൻ്റെ ഒരു സംയുക്തമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഇത് കെമിസ്ട്രിയിൽ സാൾട്ട് അനാലിസിസ് ഒക്കെ ചെയ്തവർക്ക് പരിചയം ഉണ്ടാവും. അതായത് നമ്മുടെ പരീക്ഷണശാലയിൽ ഈ സൾഫർ ഡയോക്സൈഡ് എന്ന് പറഞ്ഞാൽ വളരെ രൂക്ഷമായ ഗന്ധമുള്ളൊരു ഗ്യാസാണ്. അതിൻ്റെ ഗന്ധം വളരെ പ്രധാനമാണ്. സ്മെൽ ഓഫ് റോട്ടൺ എഗ്ഗാണ്. ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ഹൈഡ്രജൻ സൾഫൈഡാണ്. അത്രയ്ക്ക് രൂക്ഷമായ ചീഞ്ഞ മുട്ടയുടെ ഒരു വൃത്തികെട്ട സ്മെല്ലാണ് ഹൈഡ്രജൻ സൾഫൈഡിന്. ഇതിൻ്റെ ഉപയോഗം എന്താണെന്ന് പറഞ്ഞാൽ, പരീക്ഷണശാലയിൽ നമ്മൾ സാൾട്ട് അനാലിസിസ് നടത്തുമ്പോൾ സാൾട്ട് അനാലിസിസിന് ഒരു പ്രധാന ആവശ്യമായൊരു വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ചില കോമ്പൗണ്ടിൻ്റെ
മിശ്രിതത്തിൽ കൂടെ ഹൈഡ്രജൻ സൾഫൈഡ് കടത്തിവിട്ടിട്ടാണ് നമ്മൾ ആ സാൾട്ടിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. സാൾട്ട് ഐഡൻറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സാൾട്ട് അനാലിസിസിന്, സാൾട്ടിനെ തിരിച്ചറിയുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റുകളിലെ ഒരു പ്രധാന ഘടകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. നമ്മുടെ സ്കൂൾ പ്ലസ് ടുവിലും ഡിഗ്രിക്കൊക്കെ കെമിസ്ട്രി പഠിച്ച ആളുകൾക്ക് സാൾട്ട് അനാലിസിസ് ചെയ്തിട്ടുണ്ടാവും. സാൾട്ട് അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിച്ചിട്ട് പരിചയമുണ്ടാവും. ഹൈഡ്രജൻ സൾഫൈഡ് നമുക്ക് വായുവിൽ തുറന്നു വെക്കില്ല. കാരണം തന്നെ പറഞ്ഞാൽ തുറന്നു വെച്ചാൽ അത്രയും രൂക്ഷമായ വൃത്തികെട്ട ഗന്ധമാണ്. അപ്പോൾ നമ്മുടെ പരീക്ഷണശാലയിലെ ഒരു മൂലയിൽ ഒരു പ്രത്യേക ഉപകരണം ഉണ്ടാവും. ആ ഉപകരണത്തിലേക്ക് നമുക്ക് ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ ആവശ്യം വരുമ്പോൾ ആ ഉപകരണത്തിൻ്റെ ടാപ്പ് ഓൺ ചെയ്ത് നമ്മൾ ടെസ്റ്റ് ട്യൂബ് അതിനകത്തേക്ക് കയറ്റി വെക്കുകയാണ് ചെയ്യുക. ആവശ്യത്തിന് ഹൈഡ്രജൻ സൾഫൈഡ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ടാപ്പ് ഊരിയിട്ട് ടെസ്റ്റ് ട്യൂബ് തിരിച്ചെടുക്കും. അങ്ങനെയാണ് നമ്മൾ ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിക്കുന്നത്. പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ സൾഫൈഡ് നിർമ്മിക്കുന്നതിനും ഉപയോഗിക്കുന്നതിനും സൂക്ഷിക്കുന്ന ആ ഉപകരണത്തിൻ്റെ പേരാണ് ക്രിപ്സ് അപ്പാരറ്റസ്. ഓക്കെ, അപ്പോൾ അതാണ് ഹൈഡ്രജൻ സൾഫൈഡ്. ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ കിപ്സ് അപ്പാരറ്റസ് എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് KIPP കിപ്സ് അപ്പാരറ്റസ് എന്ന ഉപകരണം ഉപയോഗിച്ചിട്ടാണ് പരീക്ഷണശാലയിൽ ഹൈഡ്രജൻ സൾഫൈഡ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ സൾഫൈഡിന് അറിയേണ്ട പ്രത്യേകത: 1, ചീമുട്ടയുടെ ഗന്ധമുള്ള വാതകം ഏത്. 2, സാൾട്ട് അനാലിസിസിന് ഉപയോഗിക്കുന്ന വാതകമാണ്. ഒരു പ്രത്യേകത കൂടെ ഹൈഡ്രജൻ സൾഫൈഡിന് ആവശ്യമുണ്ട്. നമ്മുടെ വെള്ളി നിറത്തിലുള്ള പാദസരങ്ങളും അതുമാതിരിയുള്ള വെള്ളി ആഭരണങ്ങളെല്ലാം നിറം മങ്ങുന്നതിന് കാരണമായ വാതകം ഹൈഡ്രജൻ സൾഫൈഡാണ്. അന്തരീക്ഷത്തിലെ ഹൈഡ്രജൻ സൾഫൈഡിൻ്റെ സാന്നിധ്യം മൂലമാണ് വെള്ളി ആഭരണങ്ങളുടെ നിറം മങ്ങുന്നത്. താജ്മഹലിൻ്റെ നിറം മങ്ങുന്നത് ആസിഡ് മഴയ്ക്ക് കാരണമാകുന്നത് സൾഫർ ഡയോക്സൈഡാണ്. സാൾട്ട് അനാലിസിസിന് ഉപയോഗിക്കുന്ന ചീമുട്ടയുടെ ഗന്ധമുള്ള വെള്ളിയുടെ നിറം മങ്ങുന്നതിന് കാരണമായ വാതകമാണ് ഹൈഡ്രജൻ സൾഫൈഡ്. രണ്ടും വാതകമാണ്, രണ്ടും സൾഫറിൻ്റെ കോമ്പൗണ്ട്സാണ്. അടുത്ത 16ാം ഗ്രൂപ്പിലെ മൂലകം സെലീനിയമാണ്. കൂടുതലൊന്നും പഠിക്കാനില്ല. സെലീനിയായിട്ട് ബന്ധപ്പെട്ട് ആ പേരിൻ്റെ ഒറിജിൻ മാത്രമേ പരീക്ഷയ്ക്ക് ചോദിക്കുള്ളൂ. ഗ്രീക്ക് വാക്കായ സെലീൻ എന്ന വാക്കിൽ നിന്നാണ് സെലീനിയം എന്ന വാക്കുണ്ടായത്. സെലീൻ എന്ന വാക്കിൻ്റെ അർത്ഥം ചന്ദ്രൻ എന്നാണ്. അപ്പോൾ അതായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ചോദ്യം ഇതാണ്: ചന്ദ്രൻ്റെ പേരുമായി ബന്ധപ്പെട്ട് പേര് ലഭിച്ച മൂലകം ഏത്? സെലീനിയമാണ്. മൂൺ, ചന്ദ്രൻ എന്നതിന് സെലീൻ എന്നാണ് ഗ്രീക്ക് ഭാഷയിൽ പറയുക. ആ വാക്കിൽ നിന്നാണ് സെലീനിയം എന്ന വാക്കുണ്ടാവുന്നത്. വേറെ ഒന്നും സെലീനിയായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ട ആവശ്യമില്ല. തൊട്ടടുത്തത് ടെലൂറിയം ആണ്. ടെലൂറിയത്തിനും സെയിം കേസ് തന്നെയാണ്. അതിൻ്റെ പേരിൻ്റെ ഒറിജിൻ മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ടെലൂർ എന്ന ഗ്രീക്ക് വാക്കിന്, ടെലസ് എന്ന ഗ്രീക്ക് വാക്കിന് ഭൂമി എന്നാണ് അർത്ഥം. ആ ടെലസ് എന്ന ഭൂമി എന്ന അർത്ഥം വരുന്ന ടെലസ് എന്ന വാക്കിൽ നിന്നുണ്ടായ മൂലകത്തിൻ്റെ പേരാണ് ടെലൂറിയം. ഭൂമി എന്ന ഗ്രീക്ക് ഭാഷയിൽ ഭൂമി എന്ന അർത്ഥം വരുന്ന മൂലകമേത്? ടെലൂറിയം. ഗ്രീക്ക് ഭാഷയിൽ ചന്ദ്രൻ എന്ന അർത്ഥം വരുന്ന മൂലകമേത്? സെലീനിയം. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ സെലീനിയം ടെലൂറിയം പഠിക്കേണ്ട ആവശ്യമുള്ളൂ. അടുത്തത് ആ ഗ്രൂപ്പ് പിന്നെ 2 മൂലകങ്ങളാണ് ബാക്കിയുള്ളത്: സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആൻഡ് ലിവർമോറിയം. പൊളോണിയവും ലിവർമോറിയവും കാര്യമായിട്ടൊന്നും നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല PSC പോയിന്റ് ഓഫ് വ്യൂവിൽ. പൊളോണിയം എന്ന് പറഞ്ഞാൽ ഒരു റേഡിയോ ആക്റ്റീവ് മൂലകമാണ്. റീസെൻ്റ്ലി കണ്ടുപിടിച്ച മൂലകമാണ് ലിവർമോറിയം. ആ 2 മൂലകങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങളൊന്നും വരാനില്ല. അടുത്തത് 17ാം ഗ്രൂപ്പ്. 17ാം ഗ്രൂപ്പിൻ്റെ മറ്റൊരു പേരാണ് ഹാലജൻസ്. ഹാലജൻസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഐ ക്യാരി സാൾട്ട് എന്നാണ്. ഞാൻ ലവണം ഉൽപ്പാദിപ്പിക്കുന്നു. ഐ പ്രൊഡ്യൂസ് സാൾട്ട് എന്നാണ് ഹാലജൻ എന്ന ഗ്രീക്ക് വാക്കിൻ്റെ അർത്ഥം. പറഞ്ഞിരിക്കുന്നു മാത്രമേ ഉള്ളൂ, പ്രധാനപ്പെട്ടതൊന്നുമല്ല. ഹാലജൻ എന്ന വാക്കിൻ്റെ അർത്ഥം ഐ പ്രൊഡ്യൂസ് സാൾട്ട് എന്നാണ്. 17ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, എസ്റ്റാറ്റിൻ, പിന്നെ റീസെൻ്റ്ലി കണ്ടുപിടിച്ച ടെന്നീസീനി. ഇത്രയും മൂലകങ്ങളാണ് 17ാം ഗ്രൂപ്പിലുള്ളത്: ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയോഡിൻ, എസ്റ്റാറ്റിൻ ആൻഡ് ടെന്നീസീനി. അതിലൊന്നാമത്തെ മൂലകം, ഒന്നാമത്തെ ഹാലജൻ ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. ഇലക്ട്രോ നെഗറ്റിവിറ്റിയുടെ മലയാളം കൂടെ ഇവിടെ അറിഞ്ഞിരിക്കണം. മലയാളത്തിലുള്ള പരീക്ഷകൾ ഇലക്ട്രോ നെഗറ്റീവ് എന്ന വാക്കല്ല ഉപയോഗിക്കുക. ഇലക്ട്രോ നെഗറ്റീവ് എന്നതിൻ്റെ മലയാളമാണ് വിദ്യുത് ഋണത. വിദ്യുത് ഋണത ഏറ്റവും കൂടുതലുള്ള മൂലകം ഏത് എന്ന് ചോദിച്ചാൽ ഫ്ലൂറിനാണ്. വിദ്യുത് ഋണത, ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. എന്തായിരുന്നു ഇലക്ട്രോ നെഗറ്റിവിറ്റി? നമ്മുടെ 2ാമത്തെയോ 3ാമത്തെയോ പാർട്ടിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇലക്ട്രോ പോസിറ്റിവിറ്റി എന്താണ്, ഇലക്ട്രോ നെഗറ്റിവിറ്റി എന്താണെന്ന്. നെഗറ്റീവ് ചാർജ് ആർജിക്കുന്നതിന് വേണ്ടി ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആർജിക്കാനുള്ള മൂലകങ്ങളുടെ പ്രവണതയെ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി.
ഇലക്ട്രോണുകൾ വിട്ടുകൊടുത്തുകൊണ്ട് പോസിറ്റീവ് ചാർജ് ആർജിക്കാനുള്ള മൂലകങ്ങളുടെ പ്രവണതയെ പറയുന്ന പേരാണ് ഇലക്ട്രോ പോസിറ്റിവിറ്റി. നമ്മൾ മുമ്പേ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ 17ാം ഗ്രൂപ്പ് നമ്മൾ പറഞ്ഞു 3 ഗ്രൂപ്പാണ് നമുക്ക് ഇലക്ട്രോ നെഗറ്റീവ് ഉള്ളത്, 15, 16, 17. അതിൽ ഏറ്റവും ഇലക്ട്രോ നെഗറ്റീവ് ഗ്രൂപ്പ് ഏതാ ചോദിച്ചാൽ 17ാം ഗ്രൂപ്പാണ്. കാരണം 17ാം ഗ്രൂപ്പിന് ഒരൊറ്റ ഇലക്ട്രോനെ സ്വീകരിച്ച സ്റ്റെബിലിറ്റി കൈവരിക്കാം. 16ാം ഗ്രൂപ്പിന് 2 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റൂ. 15ാം ഗ്രൂപ്പിന് 3 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റൂ. ഈ കാര്യങ്ങളെല്ലാം 2, 3 ഭാഗത്ത് വരുന്ന നമ്മുടെ പാർട്ടുകൾ ശ്രദ്ധിച്ചാൽ ഒന്നുകൂടെ മനസ്സിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും പെട്ടെന്ന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുക, ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഇൻഡ്യൂസ് ചെയ്തുകൊണ്ട് ഏറ്റവും പെട്ടെന്ന് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുക 17ാം ഗ്രൂപ്പിനാണ്. കാരണം അതിന് ഒരൊറ്റ ഇലക്ട്രോണിനെ കിട്ടിയാൽ സ്റ്റേബിൾ ആവാൻ പറ്റും. ഇനി 17ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റിനാണ്. നമ്മൾ പഠിച്ചു ഒരു പീരിയോഡിക് ടേബിൾ മുകളിൽ നിന്ന് ഒരു പ്രത്യേക കോളത്തിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതനുസരിച്ച് ആറ്റത്തിൻ്റെ വലുപ്പം കൂടി വരും. എപ്പോഴാണ് ഒരു ആറ്റത്തിന് ഇലക്ട്രോണുകളെ പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റുക? ആറ്റം ഏറ്റവും ചെറുതാവുമ്പോഴാണ്. അപ്പം 17ാം ഗ്രൂപ്പിൽ ഏറ്റവും ചെറുതായ മൂലകം എന്ന് പറഞ്ഞാൽ 17ാം ഗ്രൂപ്പിൽ ഏറ്റവും മുകളിലുള്ള മൂലകമാണ് ഫ്ലൂറിൻ. അതാണ് ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് ആവാനുള്ള കാരണം. ബൈഹാർട്ട് പഠിക്കരുത്, കാര്യകാരണ സഹിതം തന്നെ പഠിക്കണം. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് എന്നല്ല പഠിക്കേണ്ടത്. എന്തുകൊണ്ട് ഫ്ലൂറിൻ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആയി എന്നതിൻ്റെ റീസണാണ് നമ്മൾ പഠിക്കേണ്ടത്. ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ കഴിഞ്ഞ ചാപ്റ്റർ പറഞ്ഞുകൊണ്ടാണ് ഞാൻ അത്ര ഡെപ്തിലേക്ക് പോവാത്തത്. അപ്പോൾ 17ാം ഗ്രൂപ്പിലെ ഒന്നാമത്തെ മൂലകമാണ് ഫ്ലൂറിൻ. ഫ്ലൂറിൻ ഈസ് ദ മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻറ്റ്. വിദ്യുത് ഋണത ഏറ്റവും കൂടിയ മൂലകം ഏത് ചോദിച്ചാൽ ഫ്ലൂറിനാണ്. വിദ്യുത് ഋണത എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ സ്വീകരിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആർജിക്കാനുള്ള മൂലകങ്ങളുടെ പ്രവണതയെ പറയുന്ന പേരാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി. ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആയതുകൊണ്ട് ഏറ്റവും ക്രിയാശീലമുള്ള മൂലകവും ഫ്ലൂറിൻ തന്നെയാണ്. മോസ്റ്റ് ഇലക്ട്രോ നെഗറ്റീവ് എലമെൻ്റ് ആണ് ഫ്ലൂറിൻ. കൂടാതെ മോസ്റ്റ് റിയാക്റ്റീവ് എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അതും ഫ്ലൂറിൻ തന്നെയാണ്. ക്രിയാശേഷി, പ്രവർത്തനക്ഷമത ഏറ്റവും കൂടുതലുള്ള മൂലകവും ഫ്ലൂറിൻ തന്നെയാണ്. അടുത്തത് മോസ്റ്റ് അബൻഡൻറ്റ് ഹാലജൻ ഇൻ എർത്ത്സ് ക്രസ്റ്റ്. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലുള്ള ഹാലോജൻ. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ, എസ്റ്റാറ്റിനാണ് ഹാലോജൻ. ആ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിനാണ്. ഏറ്റവും കൂടുതലെന്ന് പറഞ്ഞാൽ 0.08 ഉള്ളേ, വളരെ കുറവാണ് ഹാലോജൻ്റെ ടോട്ടൽ ഭൂമിയിലുള്ള ഭൂവൽക്കത്തിലുള്ള ഹാലോജൻ്റെ അളവ്. ആ കുറഞ്ഞ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും കൂടുതലുള്ളത് ഫ്ലൂറിനാണ്. ഫ്ലൂറിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉപയോഗം ടൂത്ത് പേസ്റ്റുകളിൽ ഉപയോഗിക്കുന്നു എന്നതാണ്. നമുക്കറിയാം ഫ്ലൂർസ്പാർ എന്ന് പറഞ്ഞാൽ നേരത്തെ കാൽസ്യത്തിൻ്റെ കോമ്പൗണ്ട്സ് പറയുന്ന സമയത്ത് ഫ്ലൂർസ്പാർ പറഞ്ഞിരുന്നു. ഫ്ലൂർസ്പാർ എന്ന് പറഞ്ഞാൽ കാൽസ്യം ഫ്ലൂറൈഡ് ആണ്. ടൂത്ത് പേസ്റ്റിൽ ഉപയോഗിക്കുന്ന കാൽസ്യം സംയുക്തമായിട്ട് ഫ്ലൂർസ്പാർ പറഞ്ഞിട്ടുണ്ട്. കാൽസ്യം ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റിലെ പ്രധാനപ്പെട്ട ഘടകമാണ് കാൽസ്യവും ഫ്ലൂറിനും. ഫ്ലൂറിനേറ്റഡായ ടൂത്ത് പേസ്റ്റുകൾ ഇപ്പം നിലവിൽ ഉപയോഗിക്കുന്നത് കുറവാണ്. കാരണം ഫ്ലൂറിൻ ടൂത്ത് പേസ്റ്റുകളുടെ പല്ലിൻ്റെ ഇനാമലിലൊക്കെ സംരക്ഷിക്കുന്നതാണെങ്കിലും എക്സസ് ഫ്ലൂറിൻ്റെ കൺസപ്ഷൻ പല്ലിന് തകരാറാണ്. എന്നാലും ടൂത്ത് പേസ്റ്റുകൾ ഉപയോഗിക്കുന്ന മൂലകം എന്ന് പറഞ്ഞാൽ കാൽസ്യം ഫ്ലൂറൈഡ് ആണ്, ഫ്ലൂർസ്പാർ ആണ്. ഞാൻ പറഞ്ഞു ഫ്ലൂറിൻ്റെ ഉപയോഗം പല്ലുകളുടെ ഇനാമലുകൾ ചുരുങ്ങിയ അളവിൽ പല്ലുകളുടെ ഇനാമകളിനൊക്കെ സംരക്ഷിക്കുന്നതിന് ആവശ്യമാണെങ്കിലും എക്സസ് കൺസപ്ഷൻ ഓഫ് ഫ്ലൂറിൻ ഈസ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. എക്സസ് ഫ്ലൂറിൻ്റെ ഉപയോഗം അമിതമാവുന്ന മൂലമുണ്ടാകുന്ന അസുഖമാണ് ഫ്ലൂറോസിസ്. ഇന്ത്യയിൽ ആദ്യമായി ഫ്ലൂറോസിസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട സ്ഥലം നെല്ലൂരാണ്, ആന്ധ്രാപ്രദേശിൽ. ഫ്ലൂറിൻ്റെ അമിത ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖം ഏത് എന്ന് ചോദിച്ചാൽ ഫ്ലൂറോസിസ് ആണ്. ഫ്ലൂറിൻ്റെ നിറം യെല്ലോ ആണ്. അടുത്ത മൂലകമാണ് ക്ലോറിൻ. ആറ്റോമിക സംഖ്യ 17. ക്ലോറിൻ നമുക്കറിയാം ക്ലോറിനേറ്റഡ് വാട്ടർ, ക്ലോറിൻ ചേർത്ത വെള്ളം എന്നൊക്കെ നമുക്കറിയാം. കോർപ്പറേഷൻ വാട്ടർ എല്ലാം ക്ലോറിൻ ചേർത്തതാണെന്ന് നമുക്കറിയാം. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ വാതക രൂപത്തിലുള്ള ഒരു മൂലകമാണ് എന്ന് അറിയുക. ജലത്തിലൂടെ ക്ലോറിനേറ്റഡ് വാട്ടർ കടത്തിവിടുക കഴിഞ്ഞാൽ ഇസ് എ ഗ്യാസസ് ഫോമിലാണ് ക്ലോറിൻ ഉള്ളത്. ക്ലോറിൻ്റെ പൗഡർ ഫോമിലുള്ളതാണ് നമ്മൾ ബ്ലീച്ചിങ് പൗഡർ, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് എന്നൊക്കെ പറഞ്ഞ ഭാഗം വരുന്നത് ബ്ലീച്ചിങ് പൗഡർ. ക്ലോറിൻ എന്ന് പറഞ്ഞാൽ മഞ്ഞ കലർന്ന പച്ച നിറത്തോടു കൂടിയ വാതകമാണ് ക്ലോറിൻ. ആൻഡ് ക്ലോറിൻ ഈസ് എ ടോക്സിക് ഗ്യാസാണ്, വിഷവാതകം കൂടിയാണ് ക്ലോറിൻ. ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന മൂലകമാണ് ക്ലോറിൻ. ക്ലോറിൻ്റെ ഒരു പ്രധാനപ്പെട്ട യൂസേജ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ബ്ലീച്ചിങ് പൗഡറാണ്. ഇത് ഞാൻ കാൽസ്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം PSCയുടെ ഒരു സ്ഥിരം ചോദ്യമാണ്. കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്, CaClO3. അതായത് കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ് ബ്ലീച്ചിങ് പൗഡറിൻ്റെ രാസനാമം. വളരെ ശ്രദ്ധിക്കുക, കാൽസ്യം ഹൈപ്പോക്ലോറേറ്റ് ആണ്, ക്ലോറൈഡ് അല്ല.
ക്ലോറിൻ്റെ വേറൊരു ക്ലോറിൻ്റെ നിറം ഞാൻ പറഞ്ഞു, മഞ്ഞ കലർന്ന പച്ച നിറത്തോടു കൂടിയ ഒരു വിഷവാതകമാണ് ക്ലോറിൻ. ക്ലോറിൻ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ അറിയണം, കാൾ വില്യം ഷീലെ എന്ന സയൻറ്റിസ്റ്റാണ് ക്ലോറിൻ കണ്ടുപിടിച്ചത്. നമുക്ക് കൂടുതൽ ക്ലോറിനായിട്ട് ബന്ധപ്പെട്ട് അറിയേണ്ടത് ക്ലോറിൻ്റെ കുറേ പ്രധാന കോമ്പൗണ്ടുകളുണ്ട്, അതൊന്നും നമ്മൾ അറിയണം. ക്ലോറോഫോം നമുക്കറിയാം, ഒരു അനസ്താറ്റിക്കായിട്ട് ഉപയോഗിക്കുന്ന, മയക്കാൻ ഉപയോഗിക്കുന്ന ഒരു വാതകമാണ് ക്ലോറോഫോം. ക്ലോറോഫോമിൻ്റെ രാസനാമം ട്രൈക്ലോറോമീഥെയ്ൻ എന്നാണ്. ട്രൈക്ലോറോമീഥെയ്ൻ ആണ് ക്ലോറോഫോം. ക്ലോറോഫോമിൻ്റെ നമുക്ക് അറിയുന്ന ഉപയോഗം, നമ്മൾ അതിനൊരു അനസ്തെറ്റിക്കായിട്ട് ഉപയോഗിക്കുന്നു, ഉപയോഗിച്ചാൽ മയക്കം വരുന്ന ഒരു വാതകമാണ് എന്നൊക്കെ നമുക്കറിയാം. ക്ലോറോഫോമിന് വേറൊരു യൂസേജ് കൂടെയുണ്ട്. പെൻസിലിൻ അതിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്നതിനും പെൻസിലിനെ ശുദ്ധീകരിക്കുന്നതിനും കൂടെ ക്ലോറോഫോം ഉപയോഗിക്കുന്നുണ്ട്. അടുത്തത് ക്ലോറിൻ്റെ ഒരു പ്രധാന സംയുക്തമാണ് DDT. DDT ഒക്കെ ഉപയോഗിക്കുന്നത് പെസ്റ്റിസൈഡായിട്ടാണ്, കീടങ്ങളെ നശിപ്പിക്കുന്ന പെസ്റ്റിസൈഡായിട്ടാണ് DDT എല്ലാം ഉപയോഗിക്കുന്നത്. DDTയുടെ ഫുൾ ഫോം മാത്രമേ നമ്മൾ അറിയേണ്ട ആവശ്യമുള്ളൂ. ഉപയോഗം ഒരു പെസ്റ്റിസൈഡാണ്. DDT എന്ന് പറഞ്ഞാൽ ഡൈക്ലോറോഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. ഡൈക്ലോറോഡൈഫിനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ ആണ് DDT. ക്ലോറിൻ്റെ വേറൊരു സംയുക്തമാണ് ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ഇതൊരു അഗ്രികൾച്ചറൽ പെസ്റ്റിസൈഡാണ്. കാർഷിക മേഖലയിലുള്ള കീടനാശിനികളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് BHC. ഉപയോഗം വലിയ പ്രധാനമൊന്നുമില്ല. ലിൻഡെയ്ൻ എന്നും അറിയപ്പെടുന്നുണ്ട് BHC. അതിൻ്റെ പേര് മാത്രം അറിഞ്ഞാൽ മതി, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. ചില അപൂർവം കേസുകളിൽ കണ്ണീർവാതകമായിട്ടും ബെൻസീൻ ഹെക്സാക്ലോറൈഡ് ഉപയോഗിക്കുന്നുണ്ട്. പ്രധാനമായിട്ട് നമുക്ക് പൈറോബെൻസീനും അസിറ്റഫിനോണൊക്കെയാണ് നമ്മൾ കൂടുതലായിട്ട്, ക്ലോറോ അസിറ്റഫിനോണൊക്കെയാണ് ടിയർ ഗ്യാസ് എന്നതായിട്ട് നമ്മൾ പഠിക്കേണ്ടത്. BHC നമ്മൾ ഉപയോഗിക്കുന്നത് അഗ്രികൾച്ചറൽ മേഖലയിൽ, കാർഷിക മേഖലയിലെ കളനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, കീടനാശിനിയായിട്ടൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. BHCയുടെ പേര് ഫുൾ നെയിം മാത്രം പഠിച്ചാൽ മതി, ബെൻസീൻ ഹെക്സാക്ലോറൈഡ്. പിന്നെ നമ്മുടെ റെഫ്രിജറേറ്ററുകളിൽ കൂളിംഗ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഫ്രിയോൺ. ഫ്രിഡ്ജുകളിലെ കൂളിംഗ് ഏജൻറ്റായിട്ട് ഉപയോഗിക്കുന്ന വാതകമാണ് ഫ്രിയോൺ. ഫ്രിയോണിൻ്റെ രാസനാമം ഡൈക്ലോറോ മീഥെയ്ൻ ആണ്. ഇതൊരു CFC ആണ്. ക്ലോറോഫ്ലൂറോ മീഥെയ്ൻ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. ക്ലോറോഫ്ലൂറോ കാർബൺ, CFC. നമ്മുടെ ഓസോൺ പാളികളെ നശിപ്പിക്കുന്ന വാതക ഗ്രൂപ്പിനെയാണ് നമ്മൾ CFC എന്ന് പറയുക. CFCക്ക് ഒരു ഉദാഹരണമാണ് ഫ്രിയോൺ. ഡൈഫ്ലൂറോ മീഥെയ്ൻ ആണ് ഫ്രിയോണിൻ്റെ രാസനാമം. ഇതും ക്ലോറിൻ്റെ ഒരു കോമ്പോണൻ്റാണ്. പൈറീൻ, കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് പൈറീനിൻ്റെ ഞാൻ പറഞ്ഞു, ബെൻസൈൽ പൈറീനുകളൊക്കെയാണ് നമ്മൾ ഉപയോഗം വരുന്നുള്ളൂ. പൈറീൻ്റെ പേര് കോമ്പൗണ്ട് മാത്രം പഠിച്ചാൽ മതി, കൂടുതലൊന്നും അറിയേണ്ട ആവശ്യമില്ല. കാർബൺ ടെട്രാ ക്ലോറൈഡ് ആണ് പൈറീൻ. അടുത്തത് ഫോസ്ജീൻ. ഇത് ഞാൻ മുമ്പ് ഒരു തവണ പറഞ്ഞതാണ്. നമ്മൾ നേരത്തെ കാർബൺ മോണോക്സൈഡ് പറഞ്ഞ സമയത്ത് ഫോസ്ജീൻ പറഞ്ഞിട്ടുണ്ട്. കാർബോണൈൽ ക്ലോറൈഡ്, COCl2, കാർബോണൈൽ ക്ലോറൈഡ് എന്നാണ് ഫോസ്ജീൻ്റെ രാസനാമം. ഇതിനെപ്പറ്റി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാർബൺ മോണോക്സൈഡും ക്ലോറിനും ചേർന്ന മിശ്രിതമാണ് ഫോസ്ജീൻ അല്ലെങ്കിൽ കാർബോണൈൽ ക്ലോറൈഡ്. ഫോസ്ജീൻ ഒരു രാസായുധമാണ് എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച രാസായുധം ഏത് എന്ന് പറഞ്ഞാൽ ഫോസ്ജീൻ ആണ്. ഫോസ്ജീനും ഫോസ്ഫീനും രണ്ടാണ്. ഫോസ്ഫീൻ എന്ന് പറഞ്ഞാൽ ഫോസ്ഫറസ് ട്രൈഹൈഡ്രേറ്റ് ആണ്. ഫോസ്ജീൻ ആണ് രാസായുധമായിട്ട് ഉപയോഗിച്ചത്. കാർബോണൈൽ ക്ലോറൈഡ് അല്ലെങ്കിൽ കാർബൺ മോണോക്സൈഡിൻ്റെയും ക്ലോറിൻ്റെയും മിശ്രിതമാണ്. പറയുന്ന സമയത്ത് തന്നെ ഞാൻ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. ഫോസ്ജീൻ ഉണ്ടാക്കും എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ക്ലോറോഫോം വായുവിൽ തുറന്നു വെച്ചാൽ അത് താനെ ഫോസ്ജീനായിട്ട് മാറും. ക്ലോറോഫോം അങ്ങനെ സൂക്ഷിക്കുന്നതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. ക്ലോറോഫോം വായുവിൽ തുറന്നു വെക്കാൻ പറ്റില്ല. തുറന്നു വെച്ചാൽ താനെ അത് ഫോസ്ജീനായിട്ട് മാറും. ക്ലോറോഫോം സൂക്ഷിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഒരു ആംബർ കളറുള്ള കുപ്പിനകത്ത് 10 to 15% ആൽക്കഹോളും കൂടെ ചേർത്ത് ഫുൾ ടൈറ്റായിട്ട് മാത്രം, അല്ലാതെ പാർഷ്യലി ഫിൽഡ് ആവാൻ പാടില്ല, ഫുൾ ടൈറ്റായിട്ട് മാത്രമേ ക്ലോറോഫോം യൂസ് ചെയ്യാവൂ എന്നാണ് അതിൻ്റെ കെമിക്കൽ റോള്. ക്ലോറോഫോം വായുവിൽ തുറന്നു വെച്ചാൽ ഫോസ്ജീനായി മാറും. ഫോസ്ജീനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ഉപയോഗിച്ച രാസായുധം. കാർബോണൈൽ ക്ലോറൈഡാണ്. ക്ലോറിൻ ഞാൻ പറഞ്ഞൊരു വിഷവാതകമാണ്. മഞ്ഞ വളർന്ന പച്ച നിറത്തോടു കൂടിയ ഒരു വിഷവാതകമാണ് ക്ലോറിൻ വിഷം നമ്മൾ ശ്വസിച്ചാൽ നമ്മളെ ബാധിക്കുക നമ്മുടെ മൂക്കിനുള്ളിലെയും ശ്വാസനാളത്തിലെയും ഉള്ളിലെ കോശങ്ങളെ, ഉള്ളിലെ നാളികളെ, സ്ഥലങ്ങളെയെല്ലാം ബാധിക്കുന്നതാണ് ക്ലോറിൻ. നമ്മുടെ ശ്വാസനാളത്തിലെ ഉള്ളിലെ സ്ഥലങ്ങളെ ബാധിക്കുന്നതാണ് ക്ലോറിൻ വിഷബാധയേറ്റാൽ പറ്റുക. പക്ഷേ ക്ലോറിൻ നിങ്ങൾ ശ്വസിച്ചാൽ അതിന് റെമഡി ആയിട്ട് കൊടുക്കുന്ന, അതിന് ഫസ്റ്റ് എയ്ഡ് ആയിട്ട് കൊടുക്കുന്നതും മറ്റൊരു ഇൻഡിപെൻഡൻ്റ്ലി ചിന്തിക്കുമ്പോൾ ഒരു വിഷവാതകമായ അമോണിയ ആണ്. അപ്പോൾ ക്ലോറിൻ എന്ന വിഷവാതകം ശ്വസിച്ചാൽ കൊടുക്കുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്ന് ചോദിച്ചാൽ അമോണിയ ആണ്. ഇത്രയാണ് നമുക്ക് ക്ലോറിനായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ആ ഗ്രൂപ്പിലുള്ള ഹാലോജൻസിലെ അടുത്ത പ്രധാനപ്പെട്ട മൂലകമാണ് ബ്രോമിൻ.
ബ്രോമിനായിട്ട് ഒറ്റ ചോദ്യം മാത്രമേ ബ്രോമിനിൽ ചോദിക്കാനുള്ളൂ. പക്ഷേ ആ ഒരു ചോദ്യം ഒരുപാട് തവണ PSC പരീക്ഷ ചോദിച്ചതാണ്. ദ്രാവക രൂപത്തിലുള്ള ഒരു അലോഹത്തിന് ഉദാഹരണം. എക്സാമ്പിൾ ഫോർ എ ലിക്വിഡ് നോൺ മെറ്റൽ. ദ്രാവക രൂപത്തിലുള്ള ഒരു അലോഹത്തിന് ഉദാഹരണമാണ് ബ്രോമിൻ. ഒറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അറിയാം. അയോഡിൻ്റെ പ്രത്യേകത മോസ്റ്റ് ഡെൻസ് നോൺ മെറ്റൽ, ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയോഡിനാണ്. അയഡിൻ്റെ ഒരു പ്രത്യേക രൂപമാണ് ടിങ്ചർ അയഡിൻ. ടിങ്ചർ അയഡിൻ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. നമ്മുടെ ഈ സ്വെല്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ അയോഡെക്സ് ആയാലും അയോഡോഫ് അതിലെല്ലാം ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ടിങ്ചർ അയഡിൻ. മരുന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു അയഡിൻ്റെ ഫോർമാറ്റാണ് ടിങ്ചർ അയഡിൻ. ടിങ്ചർ അയഡിൻ എന്ന് പറഞ്ഞാൽ അയഡിൻ്റെയും സോഡിയം അയഡൈഡിൻ്റെയും പൊട്ടാസ്യം അയഡൈഡിൻ്റെയും മെത്തനോളിൻ്റെയും ഒരു മിശ്രിതമാണ്. മെത്തനോളും വാട്ടറും ചേർന്ന മിശ്രിതത്തിനകത്തേക്ക് പൊട്ടാസ്യം അയഡൈഡ് സോഡിയം അയഡൈഡും ഒക്കെ ചേർന്നുണ്ടാക്കുന്ന ഒരു മിശ്രിതമാണ് ടിങ്ചർ അയഡിൻ എന്ന് പറഞ്ഞാൽ. അത് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കുന്നു. സ്വെല്ലിങ്ങിനൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളിൽ ഒരു പ്രധാന ഘടകമാണ് ടിങ്ചർ അയഡിൻ. അയഡിൻ്റെ വേറൊരു പ്രധാനം, നമ്മുടെ ശരീരത്തിലൊരു പ്രധാനം നമുക്കറിയാം. ഗോയിറ്റർ അസുഖം നമ്മൾ കേട്ടിട്ടുണ്ട്. ശരീരത്തിൽ അയഡിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന അസുഖമാണ് ഗോയിറ്റർ. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീക്കത്തിനാണ് നമ്മൾ ഗോയിറ്റർ എന്ന് പറയുക. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് ആവശ്യമായ മൂലകം ഏത് ചോദിച്ചാൽ അയോഡിനാണ്. അയഡിൻ്റെ വേറൊരു പ്രധാന പോയിന്റ് സ്റ്റാർച്ച് ടെസ്റ്റ്, അതായത് അന്നജ പരിശോധന സ്റ്റാർച്ച് ടെസ്റ്റ് നടത്താൻ ഉപയോഗിക്കുന്ന മൂലകം ചോദിച്ചാൽ അയോഡിൻ ആണ്. അയോഡിൻ്റെ സാന്നിധ്യത്തിൽ സ്റ്റാർച്ച് നീല നിറമായിട്ട് മാറും. അങ്ങനെയാണ് നമ്മൾ സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം ഭക്ഷണത്തിലുണ്ടോ, ഭക്ഷ്യവസ്തുക്കളിൽ സ്റ്റാർച്ചിൻ്റെ സാന്നിധ്യം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് അന്നജ പരിശോധന അല്ലെങ്കിൽ സ്റ്റാർച്ച് ടെസ്റ്റ്. അയഡിൻ ഉപയോഗിച്ചിട്ടാണ് സ്റ്റാർച്ച് ടെസ്റ്റ് നടത്തുന്നത്. എസ്റ്റാറ്റിൻ ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ, 2 പോയിന്റ് മാത്രമേ ഉള്ളൂ. ഒന്ന്, ഹാലോജനുകളിലെ ഏക റേഡിയോ ആക്റ്റീവ്, ഓൺലി റേഡിയോ ആക്റ്റീവ് ഹാലോജൻ ചോദിച്ചാൽ എസ്റ്റാറ്റിനാണ്. അടുത്തതാണ് പ്രധാനം, പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർലഭമായ മൂലകം എസ്റ്റാറ്റിനാണ്. ഏറ്റവും കുറഞ്ഞ അളവിൽ കാണുന്ന, ഏറ്റവും പെട്ടെന്ന് ഇത് റേഡിയോ ആക്റ്റീവായി നശിച്ചു പോകും. സൃഷ്ടിച്ചാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഇല്ലാതായി പോകും. റേഡിയോ ആക്ടിവിറ്റി അത്രയും കൂടുതലാണ്. പ്രപഞ്ചത്തിലെ ദുർലഭ മൂലകം ദ റെയറസ്റ്റ് എലമെൻ്റ് എന്നല്ല അറിയപ്പെടുന്നത് എസ്റ്റാറ്റിനാണ്. 2 പോയിൻ്റാണ് ശ്രദ്ധിക്കുക. ഒന്ന്, റെയറസ്റ്റ് എലമെൻ്റ് ഇൻ യൂണിവേഴ്സ്, പ്രപഞ്ചത്തിലെ ഏറ്റവും ദുർലഭ മൂലകം ചോദിച്ചാൽ എസ്റ്റാറ്റിനാണ്. ഏക റേഡിയോ ആക്റ്റീവ് ഹാലോജൻ ചോദിച്ചാലും എസ്റ്റാറ്റിൻ തന്നെയാണ്. ടെന്നീസിനിയാണ് അടുത്തത്. സ്പെല്ലിംഗ് തെറ്റിയതാണ്. ടെന്നീസിനിയായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് ഒന്നും അറിയേണ്ട. റീസെൻ്റ്ലി കണ്ടുപിടിച്ച മൂലകമാണ്. അതിൻ്റെ TS എന്നാണ് നമ്മളതിൻ്റെ സിമ്പൽ വരുന്നത്. അറ്റോമിക് നമ്പർ 117 ആണ്. ഇത്രയാണ് നമുക്ക് ഹാലോജൻസ് പറയാനുള്ളത്. അടുത്തത് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ നോബിൾ ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ, കുലീനവാതകങ്ങൾ എന്നെല്ലാം പറയുന്ന 18ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങൾ ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ ആൻഡ് റെഡോൺ. ഈ മൂലകങ്ങളെ നമ്മൾ എന്തുകൊണ്ടാണ് ഇനേർട്ട് ഗ്യാസ് അല്ലെങ്കിൽ അലസവാതകങ്ങൾ അല്ലെങ്കിൽ കുലീനവാതകങ്ങൾ എന്ന് വിളിക്കുന്നതിന് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത് റെപ്രസെൻറ്റീവ് എലമെൻറ്റ്സ് മാത്രമാണ്. റെപ്രസെൻറ്റേറ്റീവ് എലമെൻറ്റ്സിൽ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളുടെ ബാഹ്യതമ ഷെല്ലിൽ 8 ഇലക്ട്രോണാണ് ബൈ ബർത്ത് ഉണ്ടാവുക. മൂലകങ്ങൾ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. അവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ആകുമ്പോഴാണ് അതിന് സ്ഥിരത കൈവരിക്കാൻ പറ്റുക. ഈ മൂലകങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി തന്നെ 8 ഇലക്ട്രോൺ ഇതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ലിലുണ്ട്. അതുകൊണ്ട് ഇതിന് സ്ഥിരത കൈവരിക്കുന്നതിന് വേണ്ടി രാസപ്രവർത്തനത്തിൽ ഏർപ്പെടേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഈ മൂലകങ്ങളൊന്നും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. ഞാൻ സിമ്പിൾ കെമിസ്ട്രിയുടെ സെൻസിലാണ് പറയുന്നത്. നമ്മൾ ഇനേർട്ട് ഗ്യാസസ് ഉപയോഗിച്ചിട്ടൊക്കെയുള്ള കോമ്പൗണ്ടുകൾ റീസെൻ്റ്ലി അഡ്വാൻസ്ഡ് കെമിസ്ട്രി കണ്ടുപിടിച്ചിട്ടുണ്ട്. സെനോൺ, പെൻറ്റാഫ്ലൂറൈഡ് പോലെയുള്ള മൂലകങ്ങളെല്ലാം. അതൊക്കെ മറന്നേക്കൂ. ഈ 18ാം ഗ്രൂപ്പിലെ മൂലകങ്ങളൊന്നും രാസപ്രവർത്തനത്തിൽ ഏർപ്പെടില്ല. അതുകൊണ്ട് അതിനെ നമ്മൾ അലസവാതകങ്ങൾ എന്ന് പറയും. ഒരു രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാതിരിക്കുന്നതുകൊണ്ട് നമ്മൾ അതിനെ അലസവാതകങ്ങൾ എന്ന് പറയും. മറ്റ് മൂലകങ്ങളായിട്ടൊന്നും സംസർഗത്തിൽപ്പെടാത്തതുകൊണ്ട് നമ്മളിതിനെ കുലീനവാതകങ്ങൾ എന്നും പറയും. ഈ മൂലകങ്ങളെ കുലീനവാതകങ്ങൾ, അലസവാതകങ്ങൾ എന്നൊക്കെ വിളിക്കേണ്ട കാരണം ഇതാണ്. അവിടെ ഒരു പ്രധാനപ്പെട്ട പോയിന്റ്, നോബിൾ ഗ്യാസ്, കുലീനവാതകങ്ങൾ, ഇനേർട്ട് ഗ്യാസ്, അലസവാതകങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ വില്യം റാംസേ ആണ്. ഇൻവെന്റഡ് ബൈ വില്യം റാംസേ ആണ്. 18ാം ഗ്രൂപ്പ് മൂലകങ്ങളുടെ വാലൻസി 0 ആയിരിക്കും. കാരണം അതിനൊരു രാസപ്രവർത്തനം നടത്തേണ്ട ആവശ്യമില്ല. അതിന് ഇലക്ട്രിക് ക്യാരക്ടർ ഉണ്ടാവുകയില്ല. ഇലക്ട്രോ പോസിറ്റിവിറ്റിയും ഇലക്ട്രോ നെഗറ്റിവിറ്റിയും ഒന്നും ഉണ്ടാവില്ല. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ 3ാമത്തെ പാർട്ടിൽ പറഞ്ഞതാണ്. അലസവാതകങ്ങൾ കണ്ടുപിടിച്ച ആൾ ശ്രദ്ധിക്കുക, വില്യം റാംസേ ആണ്. നമുക്ക് ഓരോ അലസവാതകങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാം. ആദ്യം ഹീലിയം, അറ്റോമിക് നമ്പർ 2. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ള 2ാമത്തെ മൂലകം. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ്. ഹൈഡ്രജൻ കഴിഞ്ഞാൽ 2ാമത്തേത് ഹീലിയമാണ്.
പ്രപഞ്ചത്തിൽ ഹൈഡ്രജൻ ഹീലിയമായി മാറുന്ന ന്യൂക്ലിയർ ഫ്യൂഷൻ വഴിയാണ് സൂര്യനിൽ ഊർജ്ജം ഉണ്ടാവുന്നത്. ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം, ഇത് തമ്മിൽ മാറിപ്പോവരുത്, ഏറ്റവും ലഘുവായ ആറ്റമുള്ള മൂലകം ഹൈഡ്രജനാണ്. കാരണം ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും മതി. പക്ഷേ ആ പ്രോട്ടോൺ ഇലക്ട്രോൺ അട്രാക്ഷൻ വഴി ഹൈഡ്രജൻ ആ ഒരു ഇത് വരാത്ത കാരണം ഏറ്റവും ചെറിയ ആറ്റമുള്ള മൂലകം എന്ന് പറയുന്നത് ഹീലിയമാണ്. ശ്രദ്ധിക്കണേ, ബലൂണുകളിൽ ഉപയോഗിക്കുന്ന വാതകം, ഹീലിയത്തിന് ഡെൻസിറ്റി വളരെ കുറവാണ്. ഹീലിയത്തിനെക്കാട്ടും ഡെൻസിറ്റി കുറവാണ് ഹൈഡ്രജൻ. അപ്പോൾ ഏറ്റവും കൂടുതൽ ബലൂണുകൾ ഉപയോഗിക്കാൻ സാധിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. പക്ഷേ ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് സാധ്യത കൂടുതലാണ്. ഹൈഡ്രജൻ ബലൂണുകളുടെ പ്രത്യേകത, എക്സ്പെഡീഷനൊന്നും വലിയ പർപ്പസിലൊന്നും നമുക്ക് ഹൈഡ്രജൻ ബലൂൺ ഉപയോഗിച്ചുകൂടാ. കാരണം ഹൈഡ്രജൻ എക്സ്പ്ലോസീവ് സാധ്യത കൂടുതലാണ്. ഇൻ കമ്പാരിസൺ ഹീലിയത്തിന് എക്സ്പ്ലോസീവ് സാധ്യത കുറവാണ്. അതുകൊണ്ട് ബലൂണുകളിൽ ഉപയോഗിക്കുന്ന മൂലകം ഹീലിയമാണ്. അതിന് കാരണം ഹീലിയത്തിൻ്റെ കുറഞ്ഞ ഡെൻസിറ്റിയാണ്. ശ്രദ്ധിക്കുക, ഹീലിയത്തിൻ്റെ കുറവ് ഡെൻസിറ്റി, ഏറ്റവും ഡെൻസിറ്റി കുറഞ്ഞ വാതകം ഹൈഡ്രജൻ തന്നെയാണ്. എക്സ്പ്ലോഷൻ്റെ സാധ്യത കണക്കിലെടുത്താണ് ബലൂണിൽ ഹീലിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ ബലൂണിൽ ഉപയോഗിക്കുന്ന വാതകം ഹീലിയമാണ്. നമ്മൾ പറഞ്ഞു 18ാം ഗ്രൂപ്പിൻ്റെ പ്രത്യേകത, എല്ലാ മൂലകങ്ങൾക്കും ബൈ ബർത്ത് തന്നെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ ഉണ്ട്. അതുകൊണ്ട് അതിന് സ്ഥിരത കൈവരിച്ചതെന്നാണ്. ഈ പറഞ്ഞതിന് ഏക അപവാദം ഹീലിയമാണ്. ഹീലിയത്തിൻ്റെ കെ സബ് ഷെല്ലിൽ 2 ഇലക്ട്രോണാണ് പോവുക, 2 ഇലക്ട്രോൺ ഉണ്ട്. ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോണുള്ള ഒരേ ഒരു അലസവാതകം. ബാക്കി നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ ഒക്കെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോണാണ്. ബാഹ്യതമ ഷെല്ലിൽ 2 ഇലക്ട്രോണുള്ള ഏക നിഷ്ക്രിയ വാതകം ഹീലിയമാണ്. ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും മിക്സ്ചറാണ് ആസ്മയുടെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കും. കൂടാതെ നമ്മൾ ഈ അന്തർവാഹിനികളിലും അതേപോലെ തന്നെ ഈ സമുദ്രത്തിനകത്തേക്ക് പോകുന്ന ആൾക്കാരെല്ലാം ഉപയോഗിക്കുന്ന ഓക്സിജൻ സിലിണ്ടറിനകത്തുള്ള പ്രധാന കോമ്പൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് ഹീലിയം ആണ്. അത് ഡെൻസിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹീലിയം നമ്മൾ ഓക്സിജൻ്റെ കൂടെ ചേർക്കുന്നത്. ഓക്സിജൻ സിലിണ്ടറിനകത്ത് ഹീലിയം ചേർക്കുന്നത് ഡെൻസിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഹീലിയം ആൻഡ് ഓക്സിജൻ മിക്സ്ചറാണ് ആസ്മ ട്രീറ്റ്മെൻറ്റിനും ഈ ഓക്സിജൻ സിലിണ്ടറുകളെല്ലാം ഉപയോഗിക്കുന്നത്. അതിലെ അറ്റോമിക് നമ്പർ 10 ആണ്. രണ്ടാമത്തെ മൂലകം ഹീലിയം, നിയോൺ ആണ്. നിയോണായിട്ട് ബന്ധപ്പെട്ട് ഒന്നും പറയേണ്ട ആവശ്യമില്ല. നിയോൺ വേപ്പർ ലാമ്പിൻ്റെ കളറ് ഓറഞ്ചാണ്. വേപ്പർ ലാമ്പുകളുടെ കളർ നമ്മൾ ഫിസിക്സ് എടുക്കുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നതാണ്. സോഡിയത്തിൻ്റേത് മഞ്ഞയായിരിക്കും, ഹീലിയത്തിൻ്റേത് നിയോണിൻ്റേത് ഓറഞ്ച് ആയിരിക്കും, ഹൈഡ്രജൻ്റേത് ചുവപ്പായിരിക്കും, നൈട്രജൻ്റേത് നീലിയായിരിക്കും, ക്ലോറിൻ്റേത് പച്ചയായിരിക്കും. അങ്ങനെ ഓരോ വേപ്പർ ലാമ്പിന് ഓരോരോ നിറമുണ്ട്. നിയോൺ വേപ്പർ ലാമ്പിൻ്റെ നിറം ഓറഞ്ചാണ്. ആർഗൺ അറ്റോമിക് നമ്പർ 18 ആണ്. നമ്മളെ പഴയതരം ബൾബുകൾ, ഇൻകാൻഡസെൻ്റ് ബൾബ് എന്ന് പറയും. നമ്മൾ ഈ CFL ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ബൾബുകൾ. ഇൻകാൻഡസെൻ്റ് എന്ന ലാറ്റിൻ വാക്കിൻ്റെ അർത്ഥം ചുട്ടു പഴുക്കുക എന്നാണ്. അതിനകത്തൂടെ വൈദ്യുതി കടത്തിവിടും. അതിനകത്ത് ഉപയോഗിക്കുന്ന ഫിലമെൻറ്റ് നമുക്കറിയാം ടെങ്സ്റ്റൻ ആണ്. ടെങ്സ്റ്റന് വളരെയേറെ റെസിസ്റ്റൻസ് കൂടുതലാണ്. അപ്പോൾ റെസിസ്റ്റൻസ് കൂടിയ മാധ്യമത്തിൽ കൂടെ ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ അത് ചുട്ടു പഴുത്ത് അതിനകത്തിന് പ്രകാശം വരും. അത്തരം ബൾബുകളാണ് ഇൻകാൻഡസെൻ്റ് ബൾബ്. തോമസ് ആൽവ എഡിസൺ ആണ് കണ്ടുപിടിച്ചത്. ഈ ഇൻകാൻഡസെൻ്റ് ബൾബുകളിൽ നിറയ്ക്കുന്ന വാതകം ആർഗൺ ആണ്. ആർഗൺ എന്ന വാക്കിൻ്റെ അർത്ഥം ലേസി, മടിയൻ എന്നാണ് ആർഗൺ എന്ന വാക്കിൻ്റെ അർത്ഥം. നമുക്കറിയാം അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള മൂലകം നൈട്രജനാണ്. 2ാം സ്ഥാനം ഓക്സിജനാണ്. 3ാം സ്ഥാനം ആർഗണാണ്. അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള 3ാമത്തെ വാതകം ആർഗണാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ അന്തരീക്ഷത്തിലെ ഏറ്റവും കൂടുതലുള്ള നിഷ്ക്രിയ വാതകം ഏത് എന്ന് ചോദിച്ചാൽ ആർഗണാണ്. ക്രിപ്റ്റോൺ, സെനോൺ ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. റഡോണായിട്ട് ബന്ധപ്പെട്ട 2 കാര്യമാണ് പറയാനുള്ളത്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം, നേരത്തെ ഞാൻ പറഞ്ഞത് ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയഡിനാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റഡോണാണ്. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം, ഏറ്റവും സാന്ദ്രത കൂടിയ അലോഹം അയോഡിൻ, ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം, അതിലേക്ക് ഞാൻ വരാം. ഏറ്റവും സാന്ദ്രത കൂടിയ വാതകം റഡോണാണ്. പിന്നെ അലസവാതകങ്ങളിലെ ഏക റേഡിയോ ആക്റ്റീവ്, ഹീലിയവും നിയോണും ആർഗോണും ക്രിപ്റ്റോണും സെനോണും ഒന്നും റേഡിയോ ആക്റ്റീവ് അല്ല. ഏക റേഡിയോ ആക്റ്റീവ് അലസവാതകം റഡോണാണ്. ഓർഗനൈസേഷനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പോയിന്റുകളൊന്നും പറയാനില്ല. ഇത്രയാണ് നമ്മൾ ഈ ഭാഗത്ത് പാർട്ട് 8 പറയാനുള്ളത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആവർത്തന പട്ടികയിലെ, ഇതോടുകൂടെ ആവർത്തന പട്ടികയിലെ SP ബ്ലോക്കുകൾ കംപ്ലീറ്റ് ആയിട്ട് അവസാനിച്ചു. S ബ്ലോക്കിൽ വരുന്ന 1, 2 ഗ്രൂപ്പുകളും P ബ്ലോക്കിൽ വരുന്ന 13, 14, 15, 16, 17, 18 ഇത്രയും ഗ്രൂപ്പുകളെ പറ്റിയുള്ള മുഴുവൻ ഡിസ്കഷനും ഈ 8ാമത്തെ ഭാഗത്തോടുകൂടി അവസാനിക്കുകയാണ്. അടുത്ത ഭാഗത്ത് നമ്മൾ ട്രാൻസിഷൻ എലമെൻറ്റ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട കോമ്പൗണ്ടും ഡീറ്റെയിൽസും ഡിസ്കസ് ചെയ്യുന്നതാണ്. ഈ ഭാഗങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. താങ്ക്